നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. അപ്പോൾ ഈ വർഷത്തിലെ ആദ്യത്തെ മാസമായ ജനുവരി മാസത്തിൽ ചതയ നക്ഷത്രക്കാരുടെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അത് കാരണം കൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട്. പക്ഷേ ഏഴരശനി പോകാനായിട്ട് നോക്കുകയാണ്. 2ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ ശനിപ്പിഴവുണ്ട്. ശനിപ്പിഴവിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. കാരണം സാമ്പത്തിക നഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ലഗ്നാധിപതി തന്നെ മീനൻ രാശി നിൽക്കുന്ന കാരണം കൊണ്ട് ജലചര ധനഭോക്ത എന്ന് പറയുന്ന യോഗമുണ്ട്. കടൽ കടന്ന് പോവുക, ജലചരങ്ങളെ കൊണ്ട് ധനം ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അപ്പോൾ വിദേശത്ത് പോകാനോ വീട് വിട്ട് നിന്നിട്ട് തൊഴിലെടുക്കാനും തൊഴിൽ നല്ല അഭിവൃദ്ധിക്കും യോഗമുള്ളൊരു മാസമാണ്. എങ്കിലും ലഗ്നാൽ 7ൽ കേതു നിൽക്കുന്ന കാരണം കൊണ്ട് എന്ത് കാര്യത്തിനും ആദ്യം ഒരു തടസ്സമാണ് വരിക, അതിനുശേഷമാണ് അനുകൂലാവസ്ഥ ഉണ്ടാകുക. അതേപോലെ തന്നെ ലഗ്നത്തിൽ രാഹുവാണ്. അപ്പം സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ തോന്നുക, ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക, അതേപോലെ തന്നെ നടുവേദന പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. സാധനവന്ധ്യ എന്ന് പറയുന്ന യോഗം ചെയ്ത് 12ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ഭാഗ്യാധിപതി 12 നിൽക്കുന്ന കാരണം വീട് വിട്ട് നിന്ന് ഭാഗ്യം അനുഭവിക്കാനുള്ളൊരു യോഗമാണ് ഈ മാസത്തിൽ കാണുന്നത്. അതിനോടൊപ്പം തന്നെ സൂര്യൻ 12ാം ഭാവത്തിലുണ്ട്. അനാവശ്യമായിട്ടുള്ള യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാനുള്ള യോഗം ഉള്ളൊരു സമയമാണ്. ഈ 15ാം തീയതിയാണ് സൂര്യൻ ശുക്രനോട് ചേർന്നിട്ട് രംഗായോഗം ചെയ്തിട്ട് 12ാം ഭാവത്തിലേക്ക് വരുന്നത്. 15ാം തീയതി തന്നെ ചൊവ്വയും 12ലേക്ക് വരും. അപ്പോൾ ചൊവ്വയുടെ ഉച്ച ബലവാനായിട്ട് വരുന്നത് കാരണം കൊണ്ട് വീട് വിട്ട് നിന്നാൽ നല്ല രീതിയിലുള്ള സഹായങ്ങളൊക്കെ കിട്ടാനായിട്ട് യോഗമുണ്ട്. കാരണം സഹായ സ്ഥാനാധിപതിയും കർമാധിപതിയും 12ലാണ്. അപ്പോൾ ഈ 15ാം തീയതിക്ക് ശേഷം വീട് വിട്ട് അന്യദേശത്ത് നല്ല തൊഴിൽ കിട്ടാനോ ഗവൺമെൻറ് ജോലി കിട്ടാനോ യോഗമുള്ള ഒരു മാസമാണ്. 17ാം തീയതിക്ക് ശേഷം കർമാധിപതിയോട് ചേർന്നിട്ട് ബുധനും കൂടി വരും. അപ്പോൾ പൂർവ്വപുണ്യ സ്ഥാനാധിപതിയായിരിക്കുന്ന ബുധൻ നിപുണായോഗം ചെയ്തിട്ട് 12ാം ഭാവത്തിൽ വരികയും ചെയ്യും. ബുധശുക്ര യോഗത്തോടെ വന്നു. അപ്പോൾ ബിസിനസ് പോലെയുള്ള കാര്യങ്ങളിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് അതിന് ശേഷം നല്ല യോഗമാണുള്ളത്. ഇപ്പോൾ കർമാധിപതി 12ാം ഭാവത്തിൽ ബുധനോട് യോഗം ചെയ്ത് നിൽക്കുകയും അവിടെ ശുക്രൻ സധനവന്ധ്യ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് നിൽക്കുകയും ആണ് ചെയ്യുന്നത്. അപ്പോൾ ഭാഗ്യാധിപതി 12ാം ഭാവത്തിൽ നിൽക്കുന്നതാണ്. ഒരു മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർ ഒരു മാറ്റത്തിലൂടെ അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. നല്ല സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവപ്പെടാനായിട്ട് യോഗമുള്ളൊരു സമയം തന്നെയാണ്. പക്ഷേ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആദ്യം ഒരു തടസ്സം വരിക എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്യണം. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. പിന്നെ ചതുർഗ്രഹ യോഗമാണ് 12ാം ഭാവത്തിൽ വന്നിരിക്കുന്നത്. 12ൽ നിൽക്കുന്ന സൂര്യൻ ആവശ്യമില്ലാത്ത യാത്രകൾ ശാരീരികമായിട്ടുള്ള ക്ഷീണമൊക്കെ ഉണ്ടാക്കും. അത് കാരണം കൊണ്ട് ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, ശംഖാഭിഷേകം മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പം ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ, ക്ഷേത്ര ദർശനമൊക്കെ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ വർഷത്തിൽ ഈ മാസത്തിൽ ചതയ നക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ യോഗം കാണും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.